നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ഉൽപാദനം കുറഞ്ഞതോടെ കാപ്പിക്കുരു വിലയിൽ മുന്നേറ്റം തുടരുന്നു. തൊണ്ടോടുകൂടിയ കാപ്പിക്കുരുവിന് 245ഉം പരിപ്പിന് 430ഉമാണ് വില. കാപ്പിപ്പൊടി കിലോയ്ക്ക് 750 രൂപ വരെയും എത്തി. മറയൂരിൽ ചന്ദനമരങ്ങൾ മോഷണം പോകുന്ന സംഭവങ്ങൾ വർദ്ധിക്കുന്നു. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടെ വെട്ടിക്കടത്തിയത് 10-ലധികം മരങ്ങളെന്ന വിവരം. ഇതോടെ മറയൂരിൽ അവശേഷിക്കുന്ന ചന്ദനമരങ്ങൾ സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തം. അയ്യപ്പൻകോവിൽ മേഖലയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ ഇടിമിന്നലിൽ വളർത്തു പശു ചത്തത് കിഴക്കേ മാട്ടുക്കിട്ട കളപ്പുരയ്ക്കൽ രാജു തോമസിന്റെ പശു. കൂടാതെ കാർഷിക വിളകൾക്കും നാശം സംഭവിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ഉൽപാദനം കുറഞ്ഞതോടെ കാപ്പിക്കുരു വിലയിൽ മുന്നേറ്റം തുടരുന്നു. തൊണ്ടോടുകൂടിയ കാപ്പിക്കുരുവിന് 245ഉം പരിപ്പിന് 430ഉമാണ് വില. കാപ്പിപ്പൊടി കിലോയ്ക്ക് 750 രൂപ വരെയും എത്തി. ഏതാനും നാളുകളായി തുടരുന്ന ഭേദപ്പെട്ട വില കാപ്പി കർഷകർക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട്. ഒരു കാലത്ത് ഹൈറേഞ്ചിലെ പ്രധാന കാർഷിക വിളകളിലൊന്നായിരുന്നു കാപ്പിക്കുരു. ചെറിയ പരിപാലനവും കൂടുതൽ വിളവും മെച്ചപ്പെട്ട വിലയും ലഭ്യമായതോടെ ഹൈറേഞ്ചിൽ കാപ്പി കൃഷി സജീവമായി. ഉപ്പുതറ, ഏലപ്പാറ, കോഴിമല, കാഞ്ചിയാർ, അയ്യപ്പൻകോവിൽ, പുല്ലുമേട്, പച്ചടി, മഞ്ഞപ്പെട്ടി തുടങ്ങിയ മേഖലകളിലാണ് കാപ്പി കൃഷി കൂടുതലായി കണ്ടുവരുന്നത്. ഇവയിൽ പല മേഖലകളിലും എസ്റ്റേറ്റ് അടക്കം പ്രവർത്തിച്ചിരുന്നു. എങ്കിലും ചെറുകിട കർഷകർക്കടക്കം മികച്ച വരുമാനമാണ് ഒരു കാലത്ത് കാപ്പി നൽകിയിരുന്നത്. ഏതാനും വർഷം മുൻപുണ്ടായ വിലത്തകർച്ച കർഷകരെ കാപ്പി കൃഷിയിൽ നിന്നും മാറി ചിന്തിപ്പിച്ചു. വർഷങ്ങളായി തുടരുന്ന വിലയിടിവ്, ഏലം അടക്കമുള്ള മറ്റു കൃഷികളിലേക്ക് കാപ്പി കർഷകരെ വഴിതിരിച്ചു. ഇതോടെ ഉൽപാദനവും കുറഞ്ഞു. അതോടൊപ്പം കയറ്റുമതി വർദ്ധിച്ചതോടെ കാപ്പിക്ക് ഇപ്പോൾ മെച്ചപ്പെട്ട വില ലഭിച്ചു തുടങ്ങി. ഏതാനും മാസങ്ങളായി മെച്ചപ്പെട്ട വിലയിൽ തന്നെയാണ് കാപ്പിയുടെ വിപണനം നടക്കുന്നത്. നിലവിൽ തൊണ്ടോടുകൂടിയ കാപ്പിക്കുരുവിന് 245ഉം പരിപ്പിന് 430 രൂപയും ലഭിക്കുന്നു. അതിനോടൊപ്പം കാപ്പിപ്പൊടിയുടെ വില 750ലും എത്തി. കാപ്പി വരവ് വളരെ കുറവാണ്, ഉൽപാദനം വളരെ ഇല്ല. ഒന്നാമത് കാപ്പിച്ചെടികൾ ഏലത്തിന് വിലയുള്ളതുകൊണ്ട് കാപ്പിച്ചെടികൾ എല്ലാവരും നശിപ്പിച്ച് കളഞ്ഞിട്ട് ഏലം കൃഷിയിലോട്ട് മാറി. ഏലകൃഷി ആകുമ്പോൾ പെട്ടെന്ന് വിളവെടുക്കാം, പെട്ടെന്ന് അതിനൊരു റിസൾട്ട് ഉണ്ടാകുന്നുണ്ട്. അതേസമയം കാപ്പി ആകുമ്പോൾ 2-3 വർഷം നോക്കിയിരിക്കണം. അതിന്റെ ഉൽപാദന ചെലവുകൾ കൂടുതലാണ്. പക്ഷേ 2 വർഷമായിട്ട് നല്ല വിലയുണ്ട്. തൊണ്ടുകുരുവിന് 300 രൂപ വിലയും പരിപ്പിന് 500 രൂപ വിലയുണ്ടായിരുന്നു. ഇപ്പോൾ 2 മാസമായിട്ട് അല്പം കുറവുണ്ട്. എങ്കിൽ പോലും കാപ്പി ഉള്ള ആളുകൾക്ക് വില ലാഭകരമാണ്. പക്ഷേ കാപ്പി കൃഷിയിലേക്ക് ആളുകൾ പിന്തിരിയില്ല. ഏതാനും മാസങ്ങളുടെ ഇടവേളകളിൽ കാപ്പി വിലയിൽ വർധനവും കുറവും ഉണ്ടാകുമെങ്കിലും കാപ്പിപ്പൊടി വില 750ൽ തന്നെ തുടരുകയാണ്. മെച്ചപ്പെട്ട വില ലഭിക്കുന്നത് കൊണ്ട് തന്നെ കാപ്പി കൃഷി ഉപേക്ഷിച്ച കർഷകർക്ക് ഇത് വലിയ തിരിച്ചടിയാണ് നൽകിയത്. അനുകൂലമായ കാലാവസ്ഥയടക്കം ഉണ്ടായതോടെ മികച്ച വിളവും ഇക്കുറി ലഭിക്കുമെന്നാണ് കർഷകരുടെ പ്രതീക്ഷ. എന്നാൽ തൊഴിലാളികളുടെ കുറവും പക്ഷികൾ ഉൾപ്പെടെ കാപ്പിക്കുരുകൾ തിന്നു നശിപ്പിക്കുന്നതും കർഷകർക്ക് വിനയാണ്. മറയൂരിൽ ചന്ദനമരങ്ങൾ മോഷണം പോകുന്ന സംഭവങ്ങൾ വർദ്ധിക്കുന്നു. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടെ വെട്ടിക്കടത്തിയത് 10-ലധികം മരങ്ങളെന്നാണ് വിവരം. ഇതോടെ മറയൂരിൽ അവശേഷിക്കുന്ന ചന്ദനമരങ്ങൾ സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തമായി. ചന്ദന റിസർവിലും സ്വകാര്യ ഭൂമികളിലുമായി നിന്നിരുന്ന 10-ലധികം ചന്ദനമരങ്ങൾ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടെ മോഷണം പോയതായാണ് വിവരം. വനപാലകരുടെ നിരീക്ഷണം അധികമായി എത്താത്ത ഇടങ്ങളിൽ നിന്നും ചെറുമരങ്ങൾ തന്നെ മുറിച്ചു കടത്തപ്പെടുന്നുവെന്ന ആക്ഷേപം ഉയരുന്നു. ചെറുവാൾ ഉപയോഗിച്ച് മുറിച്ച ശിഖരങ്ങൾ കയറുകെട്ടി വീഴ്ത്തി തടി കടത്തിക്കൊണ്ടു പോകുന്നതാണ് രീതിയെന്നാണ് വിവരം. മുറിച്ചു മാറ്റുന്ന മിക്ക മരങ്ങളുടെയും വേരുകളും മാന്തിക്കടത്തിയിട്ടുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുവാനോ തുടർ മോഷണങ്ങൾ തടയുവാനോ ബന്ധപ്പെട്ട വകുപ്പ് ഫലപ്രദമായ ഇടപെടൽ നടത്തുന്നില്ലെന്ന ആക്ഷേപവും ഉയരുന്നു. നിലവിൽ ഈ പ്രദേശത്തെ ഭൂരിഭാഗം ചന്ദനമരങ്ങളും മോഷ്ടിച്ച് കടത്തപ്പെട്ട സാഹചര്യമുണ്ടെന്നും അവശേഷിക്കുന്ന മരങ്ങൾ സംരക്ഷിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നുമാണ് ഇതുമായി ബന്ധപ്പെട്ടുയരുന്ന ആവശ്യം. അയ്യപ്പൻകോവിൽ മേഖലയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ ഇടിമിന്നലിൽ വളർത്തു പശു ചത്തു. കിഴക്കേ മാട്ടുക്കിട്ട കളപ്പുരയ്ക്കൽ രാജു തോമസിന്റെ പശുവാണ് ചത്തത്. കൂടാതെ കാർഷിക വിളകൾക്കും നാശം സംഭവിച്ചു. കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് അയ്യപ്പൻകോവിൽ മേഖലയിൽ ശക്തമായ മഴയോടൊപ്പം ഇടിമിന്നലും ഉണ്ടായത്. ഇതിനിടയിലാണ് കിഴക്കേ മാട്ടുക്കെട്ട സ്വദേശി രാജുവിന്റെ വളർത്തുപശു ചത്തത്. കൂടാതെ രാജുവിന്റെ വീടിന്റെ വയറിങ്ങും പൂർണ്ണമായി കത്തി നശിച്ചു. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്കും വ്യാപകമായി കേടുപാടുകൾ സംഭവിച്ചു. കാർഷിക വിളകളും നശിച്ചതായി രാജു പറഞ്ഞു. എല്ലാവരും മുറിക്കകത്തായിരുന്നു. വലിയ ഇടികളോടുകൂടി ഇതുകൊണ്ട് വയറിങ്ങാൻ അകത്തെല്ലാം മുറിക്കകത്ത് മുഴുവൻ തീയായിരുന്നു. അത് കഴിഞ്ഞ് മുറ്റത്തിറങ്ങി നോക്കിയപ്പം കന്നേരിക്കുള്ളുണ്ടായിരുന്ന പശു വീണ് കിടക്കുന്നു. മഴ കഴിഞ്ഞപ്പോൾ പോയി നോക്കിയപ്പോൾ പശു ചത്തുപോയി. വയറിങ് മൊത്തം കത്തിപ്പോയി. പിന്നെ ബാക്കിയുള്ള ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഇനി ബാക്കി വയറിങ്ങോ കാര്യങ്ങളോ ഒക്കെ ചെയ്ത് നോക്കിയാലേ അറിയത്തുള്ളൂ.
പിന്നെ പറമ്പിൽ നിന്ന് ഒരു പ്ലാവ്, ഒരു കാറ്റാടിയുടെ ഒക്കെ മണ്ട പൊട്ടി കീറി താഴെ കിടക്കുന്നു. അങ്ങനെ നഷ്ടം എന്തോരമാണെന്നുള്ളത് നമുക്കറിയത്തില്ല. എന്നാലും നല്ലൊരു തുകയുടെ നഷ്ടം ഉള്ളതായിട്ടാണ് കാണുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായി മേഖലയിൽ വ്യാപകമായ ഇടിമിന്നലും മഴയും ഉണ്ട്. 75,000 രൂപയോളം നഷ്ടം സംഭവിച്ചതായും രാജു പറഞ്ഞു. ഉഗ്രശബ്ദത്തോടെയാണ് ഇടിമിന്നലുണ്ടായത്. ഈ സമയത്ത് രാജുവും കുടുംബാംഗങ്ങളും വീട്ടിലുണ്ടായിരുന്നെങ്കിലും ഇവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. തമിഴ്നാട് തേനി ജില്ലയിലെ ഉത്തമപാളയത്ത് അയൽവാസിയുടെ അടിയേറ്റ് 55-കാരനും ഇയാളുടെ ഭാര്യാപിതാവും കൊല്ലപ്പെട്ടു. സംഭവവുമായി ബന്ധപ്പെട്ട അയൽവാസിയായ സൈനികനെയും മാതാപിതാക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഇരു കൂട്ടരും തമ്മിൽ ഭൂമിയെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. തേനിയിലെ ഹനുമന്തൻപട്ടി ക്ഷേത്രത്തിന് സമീപമാണ് സംഭവം നടന്നത്. കൊല്ലപ്പെട്ട സുന്ദറും ഭാര്യ സുധിയും മകനും താമസിക്കുന്നതിനോട് ചേർന്നുള്ള രാജേന്ദ്രന്റെ കുടുംബവുമായി സ്ഥലത്തർക്കം നിലനിന്നിരുന്നു. കരസേനയിൽ സേവനമനുഷ്ഠിക്കുന്ന രാജേന്ദ്രന്റെ മകൻ പാർത്ഥിപൻ കഴിഞ്ഞ ദിവസം അവധിക്ക് നാട്ടിലെത്തിയിരുന്നു. വെള്ളിയാഴ്ച സുന്ദറിന്റെ ഭാര്യാപിതാവ് മുത്തുമായൻ ഇവിടെ എത്തിയപ്പോൾ ഭൂമി പ്രശ്നവുമായി ബന്ധപ്പെട്ട് രണ്ട് കുടുംബങ്ങളും തമ്മിൽ തർക്കമുണ്ടായി. ഇതിനിടെ രാജേന്ദ്രനും ഭാര്യ വിജയിയും പാർത്ഥിപനും ചേർന്ന സുന്ദറിനെയും മുത്തുമായനെയും സുധിയെയും ആക്രമിക്കുകയായിരുന്നു. പാർത്ഥിപന്റെ വെട്ടേറ്റ് മുത്തുമായൻ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ഗുരുതരമായി പരിക്കേറ്റ സുന്ദറിനെ തേനി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പുലർച്ചെയോടെ മരണം സംഭവിച്ചു. രാജേന്ദ്രനും പാർത്ഥിപനും വിജയിക്കും പരിക്കേറ്റെങ്കിലും ഗുരുതരമല്ല. സംഭവവുമായി ബന്ധപ്പെട്ട് രാജേന്ദ്രൻ, ഭാര്യ വിജയ, മകൻ പാർത്ഥിപൻ എന്നിവരെ ഉത്തമപാളയം പോലീസ് അറസ്റ്റ് ചെയ്തു. പരിക്കേറ്റ സുധ തേനി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഭിന്നശേഷിക്കാരിയായ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത പ്രതിക്ക് ഇരട്ട ജീവപര്യന്തവും 3,11,000 രൂപ പിഴയും ശിക്ഷ. വട്ടവട പഴുത്തോട്ടം കോവിലൂർ സ്വദേശി കുരുവി എന്ന് വിളിക്കുന്ന അന്തോണിയെയാണ് പൈനാവ് അതിവേഗ കോടതി ജഡ്ജ് ലൈജുമോൾ ഷെരീഫ് ശിക്ഷിച്ചത്. 2021 ഓഗസ്റ്റ് 4-നാണ് സംഭവം. പെൺകുട്ടിയെ വീടിന്റെ പരിസരത്തുള്ള തേയിലത്തോട്ടത്തിലേക്ക് വലിച്ചിഴിച്ചു കൊണ്ടുപോയി ബലമായി പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ഷിജോമോൻ ജോസഫ് ഹാജരായി. കുടുംബശ്രീ ജില്ലാ കലോത്സവം 6-ാം തീയതി കട്ടപ്പന സെന്റ് ജോർജ് പാരിഷ് ഹാളിൽ നടക്കും. മന്ത്രി റോഷി അഗസ്റ്റിൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. ഡീൻ കുര്യാക്കോസ് എം പി മുഖ്യപ്രഭാഷണം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കുടുംബശ്രീ ജില്ലാ കലോത്സവം അരങ്ങ് 6-ന് കട്ടപ്പന സെന്റ് ജോർജ് പാരിഷ് ഹാളിൽ നടക്കും. രാവിലെ 9 മുതൽ വിവിധ മത്സരങ്ങൾ ആരംഭിക്കും. 10-ന് മന്ത്രി റോഷി അഗസ്റ്റിൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിച്ചന്ദ് നിർണാക്കുന്നൽ അധ്യക്ഷനാകും. ഡീൻ കുര്യാക്കോസ് എം പി മുഖ്യപ്രഭാഷണം നടത്തും. ചലച്ചിത്ര നടി ഗായത്രി വർഷ വിശിഷ്ട അതിഥിയാകും. കുടുംബശ്രീയുടെ അരങ്ങ് 2025 കലാമേള മത്സരങ്ങൾ മെയ് 6-ന് നമ്മുടെ കട്ടപ്പനയിൽ വെച്ച് നടത്തുകയാണ്. അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ജലവിഭവ മന്ത്രി ഏറ്റവും ബഹുമാന്യനായ ശ്രീ റോഷി അഗസ്റ്റിൻ സാർ നിർവഹിക്കുന്നതും മുഖ്യപ്രഭാഷണം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP നടത്തുന്നതുമാണ്. നമുക്ക് വിശിഷ്ട അതിഥിയായിട്ട് നമ്മുടെ അരങ്ങിലേക്ക് കടന്നു വരുന്നത് ഗായത്രി വർഷയുമാണ്. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ജോൺ, ജില്ലാ പഞ്ചായത്ത് അംഗം ആശ ആന്റണി, പ്രോഗ്രാം ചെയർമാൻ MC ബിജു, നഗരസഭാ കൌൺസിലർമാർ തുടങ്ങിയവർ സംസാരിക്കും. ബ്ലോക്ക് ക്ലസ്റ്ററുകൾ ഇടുക്കി ജില്ലയിലെ 8 ബ്ലോക്കുകളെ ക്ലസ്റ്ററുകളായി കൂട്ടിച്ചേർത്ത് 5 ബ്ലോക്കുകളാക്കി. അങ്ങനെ 5 ബ്ലോക്കുകളിലും CDCകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു വന്ന മത്സരാർത്ഥികളെ വെച്ചുകൊണ്ട് മത്സര പരിപാടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇതിനുശേഷമാണ് ജില്ലാതല അരങ്ങ് മത്സരത്തിലേക്ക് പോകുന്നത്. വൈകിട്ട് 6-ന് സമ്മാനദാനം നടക്കും. രചനാ മത്സരങ്ങൾ ശനിയാഴ്ച പൂർത്തിയായി. ചൊവ്വാഴ്ച രാവിലെ മുതൽ ലളിതഗാനം, മാപ്പിളപ്പാട്ട്, പ്രച്ഛന്നവേഷം, നാടോടി നൃത്തം, മിമിക്രി, മോണോ ആക്ട്, കവിതാ പാരായണം, പ്രസംഗം, ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, തിരുവാതിര, ഒപ്പന, നാടകം, മാർഗംകളി, സ്കിറ്റ്, സംഘഗാനം, സംഘനൃത്തം, കഥാപ്രസംഗം, നാടൻപാട്ട്, മൈം എന്നീ മത്സരങ്ങൾ നടക്കും. വിജയികൾക്ക് 24, 25, 26 തീയതികളിൽ കോട്ടയത്ത് നടക്കുന്ന സംസ്ഥാനതല കലോത്സവത്തിൽ പങ്കെടുക്കാം. വാർത്താസമ്മേളനത്തിൽ ബീന ടോമി, MC ബിജു, G ഷിബു, മനു സോമൻ, ഷൈനി ജിജി, രത്നമ്മ സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. INTUC ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടനാ സ്ഥാപക ദിനാഘോഷം ശാന്തൻപാറയിൽ സംഘടിപ്പിച്ചു. മുൻ MLA-യും INTUC സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് PJ ജോയി ഉദ്ഘാടനം ചെയ്തു. വിവിധ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പോഷക സംഘടനയായി രാജ്യവ്യാപകമായി പ്രവർത്തിക്കുന്ന ട്രേഡ് യൂണിയനാണ് INTUC. 1947 മെയ് 3-ാം തീയതി പ്രവർത്തനം ആരംഭിച്ച സംഘടന 78ാമത് ജന്മദിനം ആഘോഷിക്കുകയാണ്.
രാജ്യവ്യാപകമായി നടക്കുന്ന സ്ഥാപക ദിനാഘോഷത്തിന്റെ ഭാഗമായാണ് INTUC ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശാന്തൻപാറയിൽ സ്ഥാപക ദിനാഘോഷം സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഭാഗമായി പതാക ഉയർത്തലും പ്രകടനവും നടന്നു. ജില്ലാ പ്രസിഡന്റ് രാജാ മാട്ടുകാരന്റെ നേതൃത്വത്തിൽ നടന്ന സ്ഥാപക ദിനാഘോഷം മുൻ MLA-യും INTUC സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് PJ ജോയി ഉദ്ഘാടനം ചെയ്തു. AITUC എന്ന സംഘടന തൊഴിലാളി പ്രവർത്തനങ്ങൾ നടത്തുന്നതോടൊപ്പം ആ സംഘടന സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്തുകൊണ്ട് ബ്രിട്ടീഷുകാരോടൊപ്പം കൂടിയ സന്ദർഭത്തിൽ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ശരിയായ സ്വാതന്ത്ര്യം ഇന്ത്യക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന തൊഴിലാളി വിഭാഗങ്ങളെ സംഘടിപ്പിച്ച് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ തന്നെ 1947 മെയ് 3-ാം തീയതി ആണ് ഇപ്പോഴത്തെ നമ്മുടെ INTUC എന്ന സംഘടനയ്ക്ക് രൂപം കൊടുത്തത്. അപ്പൊ 47 മെയ് 3-ന് ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് ജന്മം കൊണ്ടപ്പോൾ ഏതാനും മാസങ്ങൾ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സ്വാതന്ത്ര്യം ലഭിച്ചു എന്നുള്ളത് വളരെ അഭിമാനകരമായ കാര്യമാണ്. മെയ് 3-ന് INTUC രൂപം കൊള്ളുന്നു. ആഗസ്റ്റ് 15-ന് ഇന്ത്യ സ്വതന്ത്രയായി. സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ G മുനിയാണ്ടി, PR അയ്യപ്പൻ, ജോൺ C ഐസക്, PK രാജൻ, രാജു ബേബി, KPCC സെക്രട്ടറി MN ഗോപി, D കുമാർ, S വനരാജ് തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു. കട്ടപ്പന നഗരത്തിൽ വീടിന് തീപിടിച്ച വീട്ടുപകരണങ്ങൾ കത്തിനശിച്ചു. പുഷ്പഗിരി പാലത്തിങ്കൽ അമ്പിളിയും കുടുംബവും വാടകയ്ക്ക് താമസിക്കുന്ന വഞ്ചിത്താനം ജോയിയുടെ ഉടമസ്ഥതയിലുള്ള വീട്ടിലാണ് സംഭവം. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് തീപിടുത്തമുണ്ടായത്. വസ്ത്രവ്യാപാര സ്ഥാപനത്തിലെ ജീവനക്കാരിയായ അമ്പിളിയും ഭർത്താവ് അനീഷും സ്ഥലത്തുണ്ടായിരുന്നില്ല. അപകട സമയം അമ്പിളിയുടെ 3 മക്കൾ വീടിന് പുറത്തായിരുന്നു. തീയും പുകയും ഉയരുന്നത് കണ്ട് അയൽവാസികൾ അറിയിച്ചതിനെ തുടർന്ന് കട്ടപ്പന അഗ്നിരക്ഷാസേനയുടെ 2 യൂണിറ്റ് സ്ഥലത്തെത്തി തീയണച്ചു. TV, വാഷിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള വീട്ടുപകരണങ്ങളും വസ്ത്രങ്ങളും കത്തിനശിച്ചു. അപകട കാരണം വ്യക്തമല്ല. വണ്ടിപ്പെരിയാർ 57-ാം മൈലിന് സമീപം പിക്കപ്പ് വാനും കാറും കൂട്ടിയിടിച്ച അപകടത്തിൽ കോരിത്തോട് സ്വദേശികളായ ഒരു കുടുംബത്തിലെ 5 പേർക്ക് പരിക്കേറ്റു. കൂടാതെ പിക്കപ്പ് വാനിൽ ഉണ്ടായിരുന്ന ഒരാൾക്കും പരിക്കേറ്റിട്ടുണ്ട്. കുമളിയിൽ നിന്നും കോട്ടയം കോരിത്തോട്ടിലേക്ക് പോവുകയായിരുന്ന കാറും തമിഴ്നാട്ടിലേക്ക് പോവുകയായിരുന്ന പിക്കപ്പ് വാനുമാണ് കൂട്ടിയിടിച്ചത്. വണ്ടിപ്പെരിയാർ 57-ാം മൈലിന് സമീപം എത്തിയപ്പോൾ നിയന്ത്രണം വിട്ട കാർ എതിരെ വരികയായിരുന്ന പിക്കപ്പ് വാനിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാറിലുണ്ടായിരുന്ന കോട്ടയം കോരിത്തോട് സ്വദേശികളായ ജോർജ്, അന്നമ്മ, ജോളമ്മ, അഞ്ചല ജോൺ, ജോസഫ് എന്നിവർക്കും പിക്കപ്പ് വാനിലുണ്ടായിരുന്ന കുമളി 1-ാം മൈൽ സ്വദേശി വിജയരാജിനും പരിക്കേറ്റു. പരിക്കേറ്റവരെ ഇതുവഴിയെത്തിയ മറ്റു വാഹനയാത്രികർ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. തുടർന്ന് വിദഗ്ധ ചികിത്സ ആവശ്യമായവരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വണ്ടിപ്പെരിയാർ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. അപകടത്തെ തുടർന്ന് അരമണിക്കൂറോളം ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. JCB സ്ഥലത്തെത്തിച്ച 2 വാഹനങ്ങളും റോഡിൽ നിന്നും മാറ്റിയ ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ടീം ഇടുക്കി സോൾജേഴ്സ് ചാരിറ്റബിൾ വെൽഫെയർ സൊസൈറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം കട്ടപ്പനയിൽ നടന്നു. കട്ടപ്പന അമ്പാടിക്കവല ഹൈന്ദവം ലക്ഷ്മിനാരായണ ബിൽഡിംഗിലാണ് സൊസൈറ്റിയുടെ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. ക്യാപ്റ്റൻ ജോയി KJ ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച ചെസ് ഓപ്പൺ ചാമ്പ്യൻഷിപ്പും സംഘടിപ്പിച്ചു. ഇടുക്കി ജില്ലയിൽ നിന്നുള്ള ഇന്ത്യൻ ആർമിയിൽ ജോലി ചെയ്യുന്ന ഭൂരിപക്ഷം പേരും റിട്ടയർഡായി വന്ന പട്ടാളക്കാരും ചേർന്ന് ജനനന്മയ്ക്കായി തുടങ്ങിയ ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയാണ് ടീം ഇടുക്കി സോൾജേഴ്സ്. ദേശസ്നേഹത്തോടൊപ്പം പിറന്ന നാടിനെയും കൂടി സ്നേഹിക്കാനും അശരണരും ആലംബഹീനരുമായിട്ടുള്ളവരെ സഹായിക്കാനും വളർന്നുവരുന്ന യുവതലമുറയെ രാസലഹരിയുടെ ഉപയോഗത്തിൽ നിന്ന് കലാകായിക രംഗങ്ങളിൽ തങ്ങളുടെ സമയം ചെലവഴിക്കാനുമായി തങ്ങൾക്ക് കിട്ടുന്ന വേതനത്തിന്റെ ഒരു പങ്ക് മാറ്റിവെച്ച് ഇടുക്കി ജില്ലയിൽ 2019 മുതൽ വിവിധ രീതിയിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ സംഘടന നടത്തിവരുന്നുണ്ട്. കട്ടപ്പന അമ്പാടിക്കവല ഹൈന്ദവ ലക്ഷ്മിനാരായണ ബിൽഡിംഗിലാണ് സൊസൈറ്റിയുടെ ഓഫീസിന്റെ പ്രവർത്തനം. ക്യാപ്റ്റൻ ജോയി KJ ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ കാലഘട്ടത്തിന്റെ രീതി അനുസരിച്ച് കുട്ടികളെല്ലാവരും മദ്യത്തിനും മയക്കുമരുന്നിനും പുകവലിക്കും മറ്റു ദുശീലങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ പിന്നാലെ പോകുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇപ്പം നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നും ആ ലഹരിയിൽ നിന്നും ഒരു വിമുക്തി വേണമെന്ന് നിങ്ങൾക്ക് തോന്നിപ്പിക്കുവാൻ വേണ്ടി ഞങ്ങൾ പട്ടാളക്കാർ, ഇന്ത്യൻ ആർമിയിൽ സർവീസ് ചെയ്യുന്ന സോൾജേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ഒരു ചെസ് ചാമ്പ്യൻഷിപ്പ് ഇവിടെ അറേഞ്ച് ചെയ്തതാണ്.
ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും ചെസ് ഓപ്പൺ ചാമ്പ്യൻഷിപ്പും സംഘടിപ്പിച്ചു. 10നും 18നും ഇടയിൽ പ്രായമുള്ള കുട്ടികളെ ഉൾപ്പെടുത്തിയാണ് ചെസ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത്. മത്സരത്തിൽ വിജയികളായവർക്ക് സമ്മാനങ്ങളും ക്യാഷ് അവാർഡും പങ്കെടുത്തവർക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും നൽകി. തുടർന്ന് സ്നേഹവിരുന്ന് നടന്നു. സുബൈദർമാരായ അനീഷ് തോമസ്, ജോബി തോമസ്, ഹാബിൽദാർമാരായ പ്രദീപ് മുണ്ടിയരുമ, അനൂപ് പ്രകാശ്, വരുൺ ബാബു, വിഷ്ണു മോഹനൻ, ഡെന്നീസ് RR, ബിന്ദു MB, തോമസ് PT തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യ സംരക്ഷണത്തിനായി കട്ടപ്പന വലിയകണ്ടം നെസ്റ്റ് റെസിഡൻസ് അസോസിയേഷൻ സുയോഗ സംഘടിപ്പിച്ചു. യോഗയുടെയും സുംബയുടെയും കൂടിച്ചേർന്നുള്ള വ്യായാമ രീതിയാണ് സുയോഗ. വീട്ടമ്മമാരുടെയും കുട്ടികളുടെയും ആരോഗ്യ പരിപാലനത്തിനു വേണ്ടിയാണ് നെസ്റ്റ് റെസിഡൻസ് അസോസിയേഷൻ 7 ദിന പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. മെയ് 1 മുതൽ 7 വരെ വൈകിട്ട് 5:30 മുതൽ 6:30 വരെ ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂളിൽ വെച്ചാണ് സുയോഗ നടത്തുന്നത്. അസോസിയേഷന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഏറെ പ്രാധാന്യം കൊടുക്കുന്ന ഒന്നാണ് അംഗങ്ങളുടെ ആരോഗ്യ സംരക്ഷണം. ഇതിന്റെ ഭാഗമായിട്ടാണ് വേനലവധിയിൽ പരിപാടി സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഉദ്ഘാടനം ഡോൺ ബോസ്കോ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ വർഗീസ് ഇടത്തച്ചിറ SDB നിർവഹിച്ചു. നമ്മുടെ ശരീരത്തിന് മാത്രമല്ല മനസ്സിനും അതിൻ്റെതായിട്ടുള്ള ഒരു ഊർജം നമുക്ക് ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ മൊമെന്റിൽ നമ്മൾ ആയിരിക്കുന്ന ആ സമയത്ത് നമുക്ക് ജീവിക്കുവാനുള്ള ഒരു കോൺസെൻട്രേഷനും ഒരു ഫോക്കസും യോഗയിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. സുംബ കുറച്ചുകൂടെ എനർജറ്റിക് ആയിട്ടുള്ള മ്യൂസിക്കിന്റെ താളത്തിൽ നമ്മുടെ ശരീരം നമ്മൾ റിതമിക്കായിട്ട് മൂവ് ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒത്തിരിയേറെ കോർഡിനേഷൻസ് ഇഫക്റ്റ് നമ്മുടെ ശരീരത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. വളരെ രസകരമായിട്ട് ഇത് രണ്ടും തന്നെ കൂട്ടിയിണക്കി വൈകുന്നേരം ഒരു രസകരമായിട്ടുള്ളൊരു കൂട്ടായ്മയായിട്ട് ഇതിനെ മാറ്റുവാനായിട്ട് നെസ്റ്റിന് സാധിച്ചതിന് നെസ്റ്റിന് എൻ്റെ പേരിലുള്ള ഡോൺ ബോസ്കോയുടെ പേരിലുള്ള നിങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള അഭിനന്ദനങ്ങൾ ഞാൻ നേരുകയാണ്. യോഗ ട്രെയിനർ ശ്രീജ മോഹൻ, സൂംബ ട്രെയിനർ ആര്യലക്ഷ്മി ശിവൻകുട്ടി എന്നിവർ ക്ലാസുകൾ നയിച്ചു. റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് വിപിൻ വിജയൻ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി ജോബി M ജേക്കബ്, രക്ഷാധികാരി TK കുര്യൻ, വൈസ് പ്രസിഡന്റ് രമേശ് തങ്കച്ചൻ, ജോയിന്റ് സെക്രട്ടറി പോൾ മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. വണ്ടിപ്പെരിയാർ വാളാടി തീപ്പാച്ചിയമ്മൻ ക്ഷേത്രത്തിൽ ഉത്സവാഘോഷം നടന്നു. പഴമ നിലനിർത്തിയ ആചാരപ്രകാരമുള്ള ചടങ്ങുകളോടെയാണ് ആഘോഷ പരിപാടികൾ നടന്നത്. വണ്ടിപ്പെരിയാർ വാളാടി എസ്റ്റേറ്റിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന തീപ്പാച്ചിയമ്മൻ ക്ഷേത്രത്തിലെ ഉത്സവ ആഘോഷമാണ് നടന്നത്. വാളാടി ശ്രീ ഗൗമാരിയമ്മൻ ക്ഷേത്ര ഉത്സവവുമായി ബന്ധപ്പെട്ടാണ് തീപ്പാച്ചിയമ്മൻ ക്ഷേത്രത്തിലെ ഉത്സവ ചടങ്ങുകൾ നടക്കുന്നത്. പരമ്പരാഗത രീതിയിൽ രാജാവ്, മന്ത്രി, പ്രജകൾ എന്നിവരുടെ അകമ്പടിയോടെ താലപ്പൊലി, മുളപ്പയർ, വിവിധയിനം പൂവുകൾ, വാദ്യമേളങ്ങൾ എന്നിവയുമായി ഘോഷയാത്ര തേയിലത്തോട്ടത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിലെത്തി. തുടർന്ന് വിശേഷാൽ പൂജകളും അഭിഷേകവും നടന്നു. അന്നദാനത്തോടു കൂടിയാണ് ഉത്സവം സമാപിച്ചത്. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. കടപ്പന സെൻട്രൽ ജംഗ്ഷനിൽ പൈപ്പ് പൊട്ടി മലിനജലം ഒഴുകുന്നതായി പരാതി. ദുർഗന്ധം വമിക്കുന്നതോടെ മേഖലയിലെ വ്യാപാരികളടക്കം വലിയ പ്രതിസന്ധിയിലാണ്. നഗരസഭാ അധികൃതരെ വിവരമറിയിച്ചിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് പൈപ്പ് പൊട്ടി മലിനജലം ഒഴുകുന്നത്. മേഖലയിലെ കെട്ടിടങ്ങൾക്കിടയിലൂടെയുള്ള പൈപ്പ് പൊട്ടിയാണ് മലിനജലം പുറത്തേക്ക് എത്തുന്നത്. ഇതോടെ വലിയ ദുർഗന്ധമാണ് വമിക്കുന്നത്. ഇത് മേഖലയിലെ വ്യാപാര സ്ഥാപനങ്ങളിലടക്കം എത്തുന്നവർക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി വ്യാപാരികൾ പറയുന്നു. ഭയങ്കര മണമാണ്. ഒരാഴ്ച 1.5-2 ആരോട് പറഞ്ഞാലും വന്നത് മാറ്റുന്നില്ല. നോക്കി മണം വരുന്നില്ലേ? ഇത് തന്നെ. ഇത് മെയിൻ ഒരു മാർക്കറ്റിലോട്ട് കയറുന്ന സ്ഥലവും ഇറങ്ങി വരുന്ന സ്ഥലവുമാണ്. എന്നാ ചെയ്യും? ഏതാനും ദിവസമായി ഇത്തരത്തിൽ മലിനജലം ഒഴുകുന്നുണ്ട്. വിഷയം നഗരസഭാ അധികൃതരെ അറിയിച്ചിട്ടും നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ്
നാട്ടുകാരുടെ ആരോപണം. നമ്മുടെ സമീപത്തുള്ള കെട്ടിടത്തിന്റെ അടുത്ത് ഒരു ഓസ് പൊട്ടി അതിൻ്റെ അകത്തുനിന്ന് മാലിന്യം, ടോയ്ലറ്റ് മാലിന്യമാണെന്ന് തോന്നുന്നു, വീണുകൊണ്ടിരിക്കുവാണ്. അത് ദുർഗന്ധം കാരണം നമുക്ക് ഇവിടെ ഇരിക്കത്തില്ല. മുനിസിപ്പാലിറ്റി നമ്മൾ ചെന്ന് പരാതി വിളിച്ചു പറഞ്ഞു. അവർ ഇതുവരെയും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇത് ഒരു പൊതുസ്ഥലമാണ്, നമുക്ക് കടയ്ക്കകത്ത് പോലും സ്മെല്ല് കാരണം ഇരിക്കത്തില്ല. രാത്രിയാകുന്നതോടെ ഇവിടെ തട്ടുകടകൾ അടക്കം പ്രവർത്തിക്കുന്നതാണ്. കൂടാതെ മഴ പെയ്യുന്നതോടെ മലിനജലം പ്രധാന റോഡിലൂടെയും ആളുകൾ പൊതുമാർക്കറ്റിലേക്കടക്കം എത്തുന്ന ഫുട്പാത്തിലൂടെയുമാണ് ഒഴുകുന്നത്. വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ശാന്തൻപാറ കാർഡമം പ്ലാന്റേഴ്സ് അസോസിയേഷൻ ഏലക്കാലയിലെ വിവരം. ആകെ നോട്ട് 96, വിൽപ്പനയ്ക്ക് വന്നത് 17,821, വിൽപ്പന നടന്നത് 17,307, കൂടിയ വില 2,618, ശരാശരി വില 2,097. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 685 രൂപ, ഏലം കൂടിയ വില 2,200, ഏലം ശരാശരി വില 2,000. കാപ്പിപ്പരിപ്പ് 430, ഗ്രാമ്പു 750, കൊക്കോ 80, റബ്ബർ 180. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 8,755 രൂപ, വെള്ളി 109. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ഉൽപാദനം കുറഞ്ഞതോടെ കാപ്പിക്കുരു വിലയിൽ മുന്നേറ്റം തുടരുന്നു. തൊണ്ടോടുകൂടിയ കാപ്പിക്കുരുവിന് 245, പരിപ്പിന് 430 വില. കാപ്പിപ്പൊടി കിലോയ്ക്ക് 750 രൂപ വരെയും എത്തി. മറയൂരിൽ ചന്ദനമരങ്ങൾ മോഷണം പോകുന്ന സംഭവങ്ങൾ വർദ്ധിക്കുന്നു. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടെ വെട്ടിക്കടത്തിയത് 10-ലധികം മരങ്ങളെന്ന വിവരം. ഇതോടെ മറയൂരിൽ അവശേഷിക്കുന്ന ചന്ദനമരങ്ങൾ സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തം. അയ്യപ്പൻകോവിൽ മേഖലയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ ഇടിമിന്നലിൽ വളർത്തു പശു ചത്തത് കിഴക്കേ മാട്ടുക്കിട്ട കളപ്പുരയ്ക്കൽ രാജു തോമസിന്റെ പശു. കൂടാതെ കാർഷിക വിളകൾക്കും നാശം സംഭവിച്ചു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.